محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. بسم الله الرحمن الرحيم. وتعاونوا على البر والتقوى ولا تعاونوا على الإثم والعدوان. صدق الله مولانا العلي العظيم. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ സൗദി അറേബ്യയുടെ വിവിധ പ്രദേശങ്ങളിലുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവാസികളായ ഖാദിമീങ്ങളുടെ ഒരു സംഗമത്തിന് ഇവിടെ സാക്ഷിയാകാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. സർവേശ്വരനായ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ഒരുപാട് കാലത്തെ പരിശ്രമങ്ങൾക്ക് ശേഷം ഇങ്ങനെ സംഗമിക്കുകയും നമ്മുടെ സൗദി അറേബ്യയിലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവാസ പോഷക സംഘടനയായ SKICയുടെ സമസ്ത കേരള ഇസ്ലാമിക് സെന്ററിന്റെ പ്രവർത്തനങ്ങളെ ചടുലവും ശാസ്ത്രീയവുമായി സജീവമാക്കുന്നതിന് വേണ്ടി ക്ലാസുകളും പഠനവേദികളും ചർച്ചകളുമായിട്ട് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അള്ളാഹു ഈ മജ്ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ. ഈ വിനീതനായ എന്നിൽ അർപ്പിച്ചിരിക്കുന്ന വിഷയം നമ്മളെ ക്യാമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾക്ക് അതിൻ്റെതായ അർത്ഥത്തിൽ തന്നെ കുറച്ച് അടുക്കും ചിട്ടയും ഉണ്ടാവേണ്ടതുണ്ട്. അതിന് ഇവിടെ കൂടിയിരിക്കുന്നത് നമ്മളൊക്കെ നേതാക്കളാണ്, ക്രീമുകളാണ്. സൗദി അറേബ്യയുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ SKICയുടെ പ്രധാനപ്പെട്ട നേതാക്കളും പ്രവർത്തകരുമാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നിങ്ങളോട് ഓരോ കാര്യങ്ങളും സൂചിപ്പിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആദ്യമായി നിങ്ങളുടെയൊക്കെ രജിസ്ട്രേഷൻ, ഓരോരുത്തരും അവരവരുടെ രജിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ആരുടെയെങ്കിലും കഴുത്തിൽ ടാഗ് ഇല്ലാത്തവരുണ്ടെങ്കിൽ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്, ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ തിരക്കേടില്ലായിരുന്നു. എല്ലാവരും ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന മഹോന്നതമായ പണ്ഡിത സഭയുടെ എളിയ ഖാദിമീങ്ങളായി ഈ പ്രവാസ ലോകത്ത് തന്റെയും തന്റെ കുടുംബത്തിന്റെയും ജീവിതം ചിട്ടപ്പെടുത്തുന്നതിന് വേണ്ടി എത്തിച്ചേർന്നെങ്കിലും നമുക്കൊക്കെ അള്ളാഹു അവസരം നൽകി. അതിനൊക്കെ നമ്മൾ എപ്പോഴും അള്ളാഹുവിനോട് കടപ്പെട്ടിരിക്കുകയാണ്. ഉഖ്റബിയായ പണ്ഡിതന്മാർ നേതൃത്വം നൽകിയ മഹേതമായ പ്രസ്ഥാനത്തിന്റെ ഓരോ യൂണിറ്റിന്റെയും അല്ലെങ്കിൽ ഒരു പ്രവിശ്യയുടെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിന്റെ ഒക്കെ നേതൃത്വം വഹിക്കുന്ന സയ്യിദുൽ ഖൗമി ഖാദിമുഹും എന്ന മഹത്തായ വിശേഷണം കിട്ടിയവരാണ് നമ്മളൊക്കെ. നമ്മളൊക്കെ നമ്മുടെ ഉത്തരവാദിത്വ നിർവഹണത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉത്തരവാദിത്വ നിർവഹണം നന്നായി നിർവഹിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധ ജുമാ ദിവസത്തിൽ സമയം അല്പം വൈകിയത് കൊണ്ട് തന്നെ ഞാൻ മറ്റു വിഷയങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. സാന്ദർഭികമായി ചില കാര്യങ്ങളൊക്കെ നിങ്ങളെ സൂചിപ്പിക്കുകയാണ്. ആദ്യമായി, ഇനി വരുന്ന ആളുകളെ പ്രത്യേകം ശ്രദ്ധിക്കുക. വരുന്ന ആളുകൾ ഓരോ നെയിം സ്ലിപ്പുകൾ ഓരോ ടേബിളിന് ചുറ്റുമുണ്ട്. ഓരോ പ്രവിശ്യകളുടെ നെയിം സ്ലിപ്പുകൾ, അവിടെ അവരുടെ ടാഗുകളുമൊക്കെ മറ്റു വിഷയങ്ങളൊക്കെ അവിടെയുണ്ട്. അവർ നേരിട്ട് വന്നു കഴിഞ്ഞ വളണ്ടിയേഴ്സ് അവരുമായി ബന്ധപ്പെടുത്തണമെന്ന് സൂചിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളൊക്കെ ശ്രദ്ധിക്കണം, നമ്മുടെ മൊബൈൽ ഫോണുകൾ ഒന്നുകിൽ സൈലന്റ് ഓപ്ഷനിൽ ഇടുക, വളരെ അർജന്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ അത് ഓഫാക്കണമെന്ന് നിങ്ങളോട് ഉറപ്പെടുത്തുന്നു. ഒരു കാരണവശാലും മൊബൈൽ റിംഗ് ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടാവരുത് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള ഈ ബാഡ്ജ് പുറത്തു പോകുമ്പോൾ ഒരു കാരണവശാലും പുറത്തേക്ക് കൊണ്ടുപോകരുത്. നമ്മൾ ജുമാക്ക് വേണ്ടിയൊക്കെ പിരിയുമ്പോൾ, പ്രത്യേകിച്ച് പുറത്തു പോകുമ്പോൾ ബാഡ്ജ് ഒരു കാരണവശാലും നിങ്ങളുടെ പുറത്തേക്ക് കൊണ്ടുപോകരുത്. അത് നിങ്ങൾ ടേബിൾ തന്നെ വെക്കണമെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ നമ്മുടെ സഹോദരങ്ങളൊക്കെ, പല സഹോദരങ്ങളും ഉറങ്ങാതെയാണ് ഈ മജ്ലിസിൽ വന്നിരിക്കുന്നത് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഇവിടെ നടക്കുന്ന പരിപാടികൾ ശ്രദ്ധ കൊടുത്തുകൊണ്ട്, ഇതൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു ആരാധനയാണ്, ഇബാദത്താണ് എന്ന് നിയത്ത് വെച്ചുകൊണ്ട്, തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ പരിപാടിയെ സശ്രദ്ധം വീക്ഷിക്കണമെന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു.
ഉറക്കം വരികയാണെങ്കിൽ ചായയും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ രജിസ്ട്രേഷനായി തന്ന നിങ്ങളുടെ ഫയലുകൾ, ആ ഫയലിൽ ഓരോരുത്തരും അവരുടെ പേരുകൾ എഴുതിക്കൊണ്ട് ഉറപ്പുവരുത്തണം. കാരണം ഫയൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ കിട്ടുകയില്ല. നിങ്ങൾക്ക് ഈ ക്യാമ്പിൽ തബ്സിറ 2017 നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഫയല് എന്നും ഒരു ഓർമ്മയായി നിങ്ങളുടെ കൈവശം ഉണ്ടാകണമെന്ന് അറിയിക്കുകയാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വിഖായ പ്രവർത്തകർ, നമ്മുടെ വളണ്ടിയർമാർ ഈ മജ്‌ലിസിലുണ്ട്. നിങ്ങൾ കൈ പൊക്കുകയോ അല്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് ആവശ്യമെങ്കിൽ, ചായയോ വെള്ളമോ മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ വന്നുകൊണ്ട് അത് നിങ്ങൾക്ക് നിർവഹിച്ച് തരുന്നതാണ് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ ഏതൊരു സദസ്സിന്റെയും അച്ചടക്കമാണല്ലോ അതിന്റെ വിജയം. അച്ചടക്കം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു നേതാക്കൾ എന്ന നിലക്ക് അച്ചടക്കത്തെക്കുറിച്ച് നിങ്ങളോട് പറയുന്നില്ല. യാതൊരു കാരണവശാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കരുത്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് വളണ്ടിയർമാരോട് നിങ്ങളുടെ കാര്യങ്ങൾ പറയണമെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ ഈ തബ്സിറ 2017 ഈ സദസ്സിന്റെ ഇടതുഭാഗത്ത് ടോയ്ലറ്റ് സംവിധാനമുണ്ട്. ആ ഗ്രൗണ്ടിലും അവിടെയും ടോയ്ലറ്റ് സംവിധാനമുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് വിഖായ വളണ്ടിയർമാരെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് പുറത്തു പോകാവുന്നതാണ്. ഏതായിരുന്നാലും അൽഹംദുലില്ലാ, ഇനി ഓരോ കാര്യങ്ങൾ അപ്പോളായിക്കൊണ്ട് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതാണ്. ഞാൻ പിന്നെ അധികം വൈകിക്കുന്നില്ല. നമുക്ക് വളരെ ശ്രദ്ധേയമായ പരിപാടികളാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നമുക്ക് വളരെ ആത്മീയമായ പ്രാർത്ഥന നിർവഹിച്ച ബഹുമാനപ്പെട്ട ജമലുല്ലൈലി തങ്ങൾ അവർകൾ, അതേപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയിൽ നമുക്ക് വേണ്ടി നാട്ടിൽ നിന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ദഅ്വാ പ്രവർത്തനങ്ങളിലൊക്കെ നിറസാന്നിധ്യമായ ഡോക്ടർ സാലിം ഫൈസി കൊളത്തൂർ, അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരും. അതുപോലെ തന്നെ പ്രഗത്ഭരായ നേതാക്കളൊക്കെ ഇങ്ങോട്ട് കടന്നു വരാനുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ മഹത്തായ പരിപാടിയിൽ എത്തിച്ചേർന്ന എല്ലാവരെയും ഹാർദവമായി SKICക്ക് വേണ്ടി സ്വാഗതം ആശംസിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരുമിച്ച് കൂടൽ നമ്മിൽ നിന്ന് ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ഈ പരിപാടിയുടെ ബുർദയിലൂടെ നമുക്ക് ഇഷ്കിന്റെ വാതായനങ്ങളിലേക്ക് നമ്മെ എത്തിച്ച അബൂബക്കർ ദാരിമി ആലമ്പാടി, അതുപോലത്തെ പ്രസീഡിയത്തിലിരിക്കുന്ന ബഹുമാനപ്പെട്ട അലി മൗലവി നാട്ടുകൽ, ജലാൽ മൗലവി ദമാം, അബ്ദുറഹ്മാൻ ഫറൂഖ്, സഅദ് നദ്വി, അവരെയും ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ, അധ്യക്ഷൻ, SKICയുടെ സൗദി നാഷണൽ കമ്മിറ്റിയുടെ അമരക്കാരൻ ബഹുമാനപ്പെട്ട അബൂബക്കർ ഫൈസി ചെങ്ങമനാട് മഹാനവറുകളെ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ SKICയുടെ നാഷണൽ കമ്മിറ്റിയുടെ കരുത്തനായ ജനറൽ സെക്രട്ടറി അലവിക്കുട്ടി സാഹിബ് ഒളവട്ടൂർ, അദ്ദേഹത്തെ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ SKICയുടെ ട്രഷറർ ബഹുമാനപ്പെട്ട സയ്യിദ് ഹാജി മദീന മഹാനവറുകളെയും പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം SKIC നാഷണൽ കമ്മിറ്റിയുടെയും എല്ലാ പ്രവിശ്യ കമ്മിറ്റികളുടെയും നേതാക്കളെ എല്ലാവരെയും ഈ മഹത്തായ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ പരിപാടിയിൽ ഇസ്ലാമിക് ലീഡർഷിപ്പ് എന്ന വിഷയത്തിൽ ബഹുമാനപ്പെട്ട സാലിം ഫൈസി നമ്മോട് സംവദിക്കുന്നതാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ പരിപാടിയിൽ പരിചയപ്പെടൽ എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്, സൗഹാർദ്ദ തീരം, ബഹുമാനപ്പെട്ട ഹാഫിൽ ജാഫർ വാഫി ഉസ്താദ്, അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ സമസ്തയുടെ നാൾവഴികൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഇവിടെ സംസാരിക്കാൻ പോകുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് ഖാസിം ദാരിമി, അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് ഇതോടുകൂടി സെഷൻ ഫസ്റ്റ് അവസാനിക്കുന്നതാണ്. ഓരോന്നും ടൈമർ ഇവിടെ ഉണ്ട്. ബഹുമാനപ്പെട്ട അബ്ബാസ് ഉദവി കരുവാരകുണ്ട്, അദ്ദേഹമാണ് നമ്മെ ഈ ശബ്ദത്തിലൂടെ ഈ സദസ്സിനെ നിയന്ത്രിക്കുന്നത്. അദ്ദേഹം സാന്ദർഭികമായി ഓരോ കാര്യങ്ങളും സൂചിപ്പിക്കും. ടൈമിംഗ് വളരെ കറക്റ്റ് ആയിക്കൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിനെ പ്രവർത്തിച്ച ഒരുപാട് നല്ല ആളുകൾ, ഒരുപാട് പ്രവർത്തകർ, ഇതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തവർ, എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് പ്രസീഡിയത്തിലേക്ക് അലി മൗലവി നാട്ടുകൽ, ജലാൽ മൗലവി ദമാം, അബ്ദുറഹ്മാൻ ഫറൂഖ്, സഅദ് നദ്വി അടക്കമുള്ള
നേതാക്കളെ സാദരം ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. വാഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സമഅന വഅതഅന. ശുക്രൻ. ജസാകുമുല്ലാഹു ഖൈറൻ യാ സയ്യിദന വഖായിദന. തബ്സിറ 2017 കരുത്തനായ കൺവീനർ ഉസ്താദ് ഖാസിം ധാരിമി സമസ്ത നാൾവഴികൾ എന്ന വിഷയത്തെ അധികരിച്ച് സംസാരിക്കുന്നു. സദസ്സിനു വേണ്ടി സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലവാത്തുല്ലാഹി വസലാമുഹു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. صدق الله العلي العظيم. وقال النبي صلى الله عليه وسلم يحمل هذا العلم من كل خلف عدوله ينفون عنه تحريف الغالين وانتحال المبطلين وتأويل الجاهلين. وصدق وبلغه النبي الكريم. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഏറെ സ്നേഹവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഈ പ്രൗഢമായ നേതൃത്വ ക്യാമ്പിന്റെ അമീർ ആദരണീയനായ ഉബൈദുള്ള തങ്ങൾ, സമസ്ത കേരള ഇസ്ലാമിക് സെന്റർ സൗദി നാഷണൽ കമ്മിറ്റിയുടെ അജയ്യനായ അമരക്കാരൻ ഉസ്താദ് അബൂബക്കർ ഫൈദി ചങ്ങമനാട്, കർമ്മനിരതനായ ജനറൽ സെക്രട്ടറി ബഹുമാന്യനായ ലവിക്കുട്ടി സാഹിബ് വളവട്ടൂർ, പ്രിയപ്പെട്ട അബ്ദുറഹ്മാൻ ജമലുല്ലൈലി തങ്ങൾ ഉൾപ്പെടെ മനോഹരമായ ഈ വേദിയെ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കിയ മഹൽ വ്യക്തിത്വങ്ങളെ, പ്രൗഢമായി സദസ്സിൽ സമ്മേളിച്ച സമസ്തയുടെ ഖാദിമീങ്ങളായ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സർവാധിരാജനായ പടച്ചതമ്പുരാൻ അവന്റെ ദീനിന്റെ അഹ്ലുസുന്നയുടെ മുഖ്ലിസീങ്ങളായ ഖാദിമീങ്ങളിൽ നമ്മളെയൊക്കെ പെടുത്തി തരട്ടെ. വളരെ സമയബന്ധിതമായാണ് നമ്മുടെ പ്രോഗ്രാം ഇവിടെ ഷെഡ്യൂൾ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അനാവശ്യമായ ആമുഖങ്ങൾ പറഞ്ഞ് സമയം നഷ്ടപ്പെടുത്തി കളയാതെ കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ നവോത്ഥാന പ്രക്രിയയിൽ വിപ്ലവകരമായ മുന്നേറ്റത്തിന് നേതൃപരമായ പങ്കുവഹിച്ച സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ പണ്ഡിത സഭ അതിന്റെ 90 വർഷം പിന്നിട്ടുകൊണ്ടുള്ളതിന്റെ നാൾവഴികളിലൂടെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടുള്ള ഒരു ഓട്ടപ്പാച്ചിൽ നടത്താനാണ് ഞാൻ നിയോഗിതനായിട്ടുള്ളത്. അൽഹംദുലില്ലാ, നമ്മുടെ പ്രവാസ ജീവിതത്തിന്റെ തിരക്കിനിടയിലും ബഹുമാനപ്പെട്ട സമസ്തക്കും അതിന്റെ സമോന്നതരായ ആലിമീങ്ങൾക്കും ഖിദ്മ ചെയ്യാൻ നമ്മൾ നിയുക്തരായി എന്നത് ഈ ഭൂമിയിൽ അള്ളാഹു നൽകിയൊരു വലിയ നിഅമത്തായി നമ്മൾ കാണണം. ഇതിന്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് റബ്ബ് തആല നമ്മളുടെയും കുടുംബത്തിന്റെയും ജീവിതങ്ങളിൽ സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യട്ടെ. നമ്മളെ നയിച്ച് സ്വാത്വികതയുടെ പച്ച അടയാളങ്ങളായി കലിമത്ത് തൗഹീദിന്റെ വചനമുച്ചരിച്ച് ലോകത്തോട് വിട പറഞ്ഞുപോയി സ്വർഗസ്ഥരായ നായകന്മാരോടൊപ്പം നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ സമ്മേളിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ലോകത്തിന്റെ മുന്നിൽ അജയ്യമായി നിലകൊള്ളുകയാണ്.
ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്ന പടച്ചതമ്പുരാന്റെ മതത്തിന്റെ പ്രബോധന പ്രക്രിയ നിർവഹിക്കുന്നതിനു വേണ്ടിയാണ് അബൂന അബുൽ ബഷർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള പ്രവാചക നിരയെ പടച്ചറബ് നിയോഗിച്ചിട്ടുള്ളത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നാൾ വഴികളെ കുറിച്ച് പറയുമ്പോൾ അഭിമാനബോധത്തോടുകൂടെ കേരളത്തിന്റെ ഇസ്ലാമിക ചരിത്രം പറഞ്ഞ് നമ്മൾ തുടങ്ങിയാൽ ലോകത്തെ മറ്റ് ഇതര പ്രദേശങ്ങളിൽ നിന്ന് വ്യതിരിക്തമായി കേരളീയ മുസ്ലിം ഉമ്മത്തിന് അഭിമാനിക്കാൻ കഴിയും. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്ത് തന്നെ വിശുദ്ധ ഇസ്ലാം കേരളീയ സമൂഹത്തിന് പകർന്നു കൊടുക്കപ്പെട്ടു എന്ന് കേരളത്തിന്റെ വ്യക്തമായ ചരിത്ര രേഖകൾ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ണൂരിലെ മാടായി പള്ളി ഉൾപ്പെടെയുള്ള പൂർവകാല ചരിത്ര രേഖകളെ കുറിച്ച് നമ്മൾ പഠനം നടത്തുമ്പോൾ ഹിജറ 5-ാം വർഷം അഥവാ മുത്തുനബിക്ക് 58 വയസ്സ് പ്രായമുള്ളപ്പോൾ കടൽ കടന്ന് വിശുദ്ധ ഇസ്ലാമിന്റെ സന്ദേശം കേരളത്തിലെത്തിയെന്ന് വ്യക്തമായ ചരിത്ര രേഖകൾ നമുക്ക് കാണാൻ കഴിയും. ഹജ്ജത്തുൽ വിദാഇൽ വെളിപ്പാടകലെ നിൽക്കുന്ന പരിശുദ്ധ അറഫയിൽ വെച്ച് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഫൽയുബല്ലിഗു ഷാഹിദു ലിൽ ഗായിബ് എന്ന മഹിതമായ സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് ലോകത്തിന്റെ അഷ്ടദിക്കുകളിലേക്ക് ദീനീ പ്രബോധനവുമായി പോയ സ്വഹാബത്തിന്റെ ഒരു സംഘം കടൽ കടന്ന് കേരളത്തിലേക്ക് വന്നു എന്ന് നമുക്കറിയാം. മാലിക് ദീനാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിൽ കേരളത്തിലേക്ക് വിശുദ്ധ ഇസ്ലാമിനെ പകർന്നു കൊടുക്കുകയും കേരളത്തിന്റെ തീരപ്രദേശങ്ങളിലൂടെ പള്ളി സ്ഥാപിച്ചുകൊണ്ട് കൊടുങ്ങല്ലൂരിലും കോഴിക്കോട്ടും കാസർകോട്ടും കണ്ണൂരിലും ഉൾപ്പെടെയുള്ള തീരപ്രദേശങ്ങളിൽ പള്ളി സ്ഥാപിച്ച് ഇസ്ലാമിക ദഅവത്തിന് നേതൃത്വം കൊടുത്തു മഹാന്മാരായ സ്വഹാബത്തെ കിറാം. സ്വഹാബത്തിൽ നിന്ന് ദീൻ പഠിച്ചു താബിഈങ്ങളിൽ നിന്ന് മനോഹരമായ ആ സന്ദേശം വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ തബോ താബിഈങ്ങളിലേക്ക് കൈവന്ന് മാറിപ്പോരുകയും ആ കൈമാറ്റ ശൃംഖലയിലേക്ക് യമനിന്റെ പാരമ്പര്യവുമായി കേരളത്തിലേക്ക് പായക്കപ്പൽ കയറി വന്ന പൊന്നാനിയിലെ മഖ്ദൂമികളിലേക്ക് കേരളത്തിലെ ഇസ്ലാമിക ദഅവത്തിന്റെ നേതൃത്വം കടന്നു വന്നു. നമുക്കറിയാം, മനോഹരമായ പള്ളി ദർസ് സംവിധാനങ്ങളിലൂടെ പൊന്നാനിയിലെ മലബാറിന്റെ മക്ക എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പൊന്നാനിയിൽ വലിയ ജുമുഅത്ത് പള്ളിയിലെ വിളക്കത്തിരിക്കൽ പോലെയുള്ള വലിയ വൈജ്ഞാനിക സംവിധാനങ്ങളിലൂടെ കേരളത്തിലേക്ക് ഇസ്ലാമിക ദഅവത്തിന്റെ പ്രബോധന മേഖല വ്യാപിച്ചു. ആ ശൃംഖലയിലേക്കാണ് മഹാന്മാരായ സ്വഹാബികളും താബിഈങ്ങളും മഖ്ദൂമികളും വന്ന ഇടയിലേക്ക് കാലഘട്ടത്തിന്റെ സ്വാത്വിക വരേണ്യരായ നേതാക്കളായി കടന്നുവന്ന മഹാനായ ഖുതുബുസ്സമാൻ മമ്പറന്തങ്ങളും വെളിയങ്കോട്ട് ഉമർ ഖാദിയെ പോലെയുള്ള സ്വാത്വികരായ ആത്മീയ നേതൃനിരയെ അനുസരിച്ചുകൊണ്ട് കേരളീയ മുസ്ലിം ഉമ്മത്ത് മുന്നോട്ട് കടന്നുപോയിട്ടുള്ളത്. കോഴിക്കോട്ടെ ഖാദിമാരും മഹാന്മാരായ സയ്യിദന്മാരും തികഞ്ഞ പാണ്ഡിത്യമുള്ള ഉലമാക്കളും ഈ സമൂഹത്തിന് അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ ദഅവത്ത് പകർന്നു കൊടുത്തപ്പോ അനുസരണയുള്ള ഒരു സമൂഹമായി കേരളീയ മുസ്ലിം ഉമ്മത്ത് വളർന്നു. അധിനിവേശത്തിന്റെ കരാളഹസ്തങ്ങൾ ഇന്ത്യ രാജ്യത്താകമാനം വ്യാപിച്ചപ്പോ മലബാറിലേക്കും അത് കടന്നു വന്നപ്പോ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യുന്നതിൽ പള്ളി മെഹ്റാബുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആലിമീങ്ങളും സയ്യിദന്മാരും ഒരു സമൂഹത്തിന് നേതൃത്വം കൊടുത്ത സമയത്താണ് ബ്രിട്ടീഷുകാർ അത് കൂലങ്കഷമായി ആലോചിച്ചിട്ടുള്ളത്. അവർ വളരെ പെട്ടെന്ന് അതിന്റെ ഉത്തരം അവർക്ക് കണ്ടെത്താൻ സാധിച്ചു. വളരെ ആത്മീയമായ ആവേശത്തോടുകൂടെ ആത്മീയ നേതാക്കളെ അനുസരിച്ചുകൊണ്ടും ഖബർ സിയാറത്ത് ചെയ്തുകൊണ്ടും മാലപ്പാട്ട് പാടിയും ബദരീങ്ങളെ തവസ്സുലാക്കിയും സമരമുഖത്തേക്ക് മലബാറിന്റെ മാപ്പിളക്കുട്ടികൾ ചുണക്കുട്ടികളെ പോലെ ചാടി വീണപ്പോ ബദരീയത്തിന്റെ പാട്ടുകൾ പാടി അവർ ആവേശഭരിതരായി ബ്രിട്ടീഷുകാരുടെ പീരങ്കികളുടെ മുന്നിലേക്ക് കാണിച്ച് കടന്നു വന്നപ്പോ അവരാലോചിച്ചത് ഈ ഉമ്മത്തിന്റെ ആത്മവീര്യം തകർക്കാൻ എന്താണ് വഴിയെന്നാണ്. കാലയെ കൂട്ടി അവർ പടച്ചുണ്ടാക്കിയ ജൂദായിസത്തിന്റെ സൃഷ്ടിപ്പായ സലഫിസത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളെ കേരളീയ സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ഒന്നുകൂടെ പറഞ്ഞാൽ, സ്വരം താഴ്ത്തി പറഞ്ഞാൽ, നമ്മൾ നിലകൊള്ളുന്ന ഈ രാജ്യത്ത് നിന്നുകൊണ്ട് റഷീദ് റിളയുടെയും മുഹമ്മദ് അബ്ദുവിന്റെയും ജമാലുദ്ദീൻ അഫ്ഗാനിയുടെയും ഒക്കെയുള്ള ആശയങ്ങൾ ഈ രാജ്യത്തിന്റെ മണ്ണിൽ നിന്ന് കേരളത്തിന്റെ മലബാറിന്റെ സമൂഹത്തിനിടയിലേക്ക് പറിച്ചു നടാനുള്ള ശ്രമങ്ങൾ
ചില സമുദായ നേതൃത്വത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാരെ നടത്തിയ സന്ദർഭം പരമ്പരാഗതമായി സ്വഹാബത്തിലും താബിഈങ്ങളിലും പൊന്നാനിയിലെ മഖ്ദൂമിയങ്ങളിലും മമ്പറത്തെ തങ്ങളുപ്പാപ്പയിലും വെളിയങ്കോട്ട ഉമർഖാദിയിലും കോഴിക്കോട്ടെ ഖാദിമാരിൽ നിന്ന് ദീൻ പഠിച്ച സമൂഹത്തെ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്താക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയപ്പോഴാണ് 1921 ഐക്യസംഘം എന്ന പേര് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം കേരളത്തിൽ സംഘടന രൂപീകരിക്കുകയും 1923 അത് കേരള ജംഇയ്യത്തുൽ ഉലമയായി രൂപാന്തരപ്പെടുകയും ചെയ്ത് പരമ്പരാഗതമായ വിശ്വാസാദർശ അനുഷ്ഠാന ക്രമങ്ങളെ മതവിരുദ്ധമായി ചിത്രീകരിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോ ഇദാ ലഹറൽ ഫസാദു വസഖതൽ ആലിമു അലൈഹി ലഅനത്തുല്ലാഹ് എന്ന ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് നെഞ്ചേറ്റെടുത്ത ഒരു പണ്ഡിത സമൂഹം മഹാനായ അഹമ്മദ് കോയ ശാലിയാത്തി ഉൾപ്പെടെയുള്ള കാലഘട്ടത്തിന്റെ മുജദ്ദിദുകളായിരുന്ന പണ്ഡിത നേതാക്കന്മാർ കോഴിക്കോട്ടെ ജുമഅത്ത് പള്ളിയിൽ ഒരുമിച്ചുകൂടി ഈ സമൂഹത്തിന് വളരെ ദിശനാപരമായ ഒരു നേതൃത്വം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ സമൂഹത്തെ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിൽ നിന്ന് സ്വഹാബത്തും താബിഈങ്ങളും പഠിപ്പിച്ച അഹ്ലുസുന്നയുടെ വഴിയിൽ നിന്ന് അടർത്തി മാറ്റുമെന്ന ചർച്ചയുണ്ടായി. അതിനെ തുടർന്നാണ് 1926 കോഴിക്കോട്ടെ ടൗൺ ഹാളിൽ വെച്ചുകൊണ്ട് മഹാനായ സയ്യിദ് ചെറുകുഞ്ഞിക്കോയ തങ്ങളുടെ അധ്യക്ഷതയിൽ മഹാനായ വരക്കൽ ബഅലവി മുല്ലക്കോയ തങ്ങൾ പ്രസിഡന്റായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പിറവിയെടുക്കുന്നത്. നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ചരിത്രത്തിന്റെ ഒരുപാട് രേഖകൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. പക്ഷേ സമയത്തിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് വളരെ പെട്ടെന്ന് ഞാൻ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ വാക്കുകൾക്ക് വേഗതയും സ്പീഡുമുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. അത് സമയത്തെ അതിക്രമിച്ച് കടക്കുവാനുള്ള എന്റെ ഒരു ശ്രമമായി നിങ്ങൾ ഉൾക്കൊള്ളണമെന്നുകൂടെ സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 1926 രൂപീകൃതമായിട്ടുള്ളത് ഒരു പുതിയ ആശയം കേരളീയ സമൂഹത്തെ പഠിപ്പിക്കാനല്ല, ഒരു പുതിയ ആചാരം കേരളീയ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കാനല്ല, ഒരു പുതിയ അനുഷ്ഠാന മുറകളെ കേരളീയ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കാനുമല്ല, മറിച്ച് മുത്തുനബിയുടെ ജീവിതകാലത്ത് പരിശുദ്ധ മക്കയിലും മദീനയിലും നിന്ന് ദീൻ പഠിച്ച സ്വഹാബത്ത് കേരളത്തിൽ നട്ടുവളർത്തിയ ആ ഇസ്ലാമിക സംസ്കാരത്തെ തനതായ രീതിയിൽ നിലനിർത്തുക മാത്രമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ചെയ്തിട്ടുള്ളത്. ഒരു പുതിയ രീതിയും സമസ്ത കേരളീയ സമൂഹത്തിൽ കൊണ്ടുവന്നിട്ടില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്വാത്വികരായ ഉലമാ നമ്മുടെ സമൂഹത്തിലേക്ക് 1926 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ച്, അഥവാ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന്റെയും വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷ് ഭരണം ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്ന കാലത്താണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പിറവിയെടുക്കുന്നത്. സാഹചര്യങ്ങളുടെ പ്രതികൂല അവസ്ഥകളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ആദ്യഘട്ടത്തിൽ പ്രതിരോധമായിരുന്നു സമസ്തയുടെ കർമ്മമണ്ഡലം. ഒരുപാട് സമ്മേളനങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കോഴിക്കോടും പിന്നെ അതേപോലെ താനൂരിലും മോളൂരിലും ചമ്മൻകുഴിയിലും കാര്യവട്ടത്തും മീൻചന്തയിലും കുറ്റിപ്പുറത്തും കക്കാട്ടും വടകരയിലും വളാഞ്ചേരിയിലും കാസർഗോഡും തിരുനാവായ ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ വർഷാവർഷങ്ങളിലെ സമ്മേളനങ്ങളിലൂടെയായിരുന്നു കേരളീയ മുസ്ലിം ഉമ്മത്തിന് അഹ്ലുസുന്നയുടെ വഴിയടയാളങ്ങളെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കാണിച്ചു കൊടുത്തത്. പരിശുദ്ധമായ ദീൻ പകർന്നു കൊടുക്കാൻ, ആ യഥാർത്ഥ വഴി പഠിപ്പിച്ചു കൊടുക്കാൻ, അഹ്ലുസുന്നയുടെ സുന്ദരമായ പാതയെ പഠിപ്പിച്ചു കൊടുക്കാൻ ഒരുപാട് സമ്മേളനങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിർവഹിച്ച് നടത്തിയിട്ടുണ്ട്. ആ സമ്മേളനങ്ങളിലൂടെയാണ് സമസ്തയുടെ ആശയങ്ങളെ സമൂഹത്തിന് പഠിപ്പിച്ചത്. സ്വാത്വികരായ വലിയ വലിയ തലയെടുപ്പുള്ള മഹാപണ്ഡിത പ്രതിഭകളാണ് സമസ്തയുടെ നേതൃനിരയിലുള്ളത്. സമസ്തയ്ക്ക് വേണ്ടി സമസ്തയുടെ പ്രവർത്തനങ്ങൾക്ക് സൗദി അറേബ്യയിൽ നേതൃപരമായ പങ്കുവഹിക്കുന്ന ഒരു സമൂഹത്തോട് അതിന്റെ ഉലമാക്കളെ കുറിച്ചോ മറ്റൊന്നും വിശദീകരിക്കേണ്ടതില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഹഖായ സിറാത്തുൽ മുസ്തഖീമിന്റെ വഴി തെളിയിച്ചുകൊണ്ട് സമസ്ത മുന്നോട്ട് പോകുമ്പോ അതിന്റെ വഴിയിൽ വിഘ്നം സൃഷ്ടിക്കാൻ ഒരുപാട് ആളുകൾ കടന്നു വന്നിട്ടുണ്ട്. ഒരുപാട് പിഴച്ച തരീഖത്തുകാർ, ഒരുപാട് പിഴച്ച വാദഗതിക്കാർ, ഒരുപാട് ആളുകൾ ഈ സമൂഹത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. എല്ലാവരെയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വളരെ കൃത്യമായി മൂക്ക് കയറിട്ട് പിടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം 1930 മണ്ണാർക്കാട് സമ്മേളനത്തിന്റെ 4ാം പ്രമേയമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രഖ്യാപിച്ചിട്ടുള്ളത് കൊടുവള്ളിക്കടുത്ത പുത്തൻ വീട്ടിൽ മുഹമ്മദ് എന്ന് പറയുന്നയാൾ
അള്ളാഹുവിന്റെ പരിശുദ്ധമായ ശരീഅത്തിൽ വെള്ളം കലർത്തിക്കൊണ്ട് തന്റെ ത്വരീഖത്തിലേക്ക് കടന്നു വരുന്നവരെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന കലിമത്ത് തൗഹീദ് ചൊല്ലിപ്പിച്ചുകൊണ്ട് തന്റെ ത്വരീഖത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ആ ത്വരീഖത്തിലേക്ക് ബൈഅത്ത് ചെയ്യുന്നതിന്റെ മുമ്പ് എല്ലാവരും അമുസ്ലിമീങ്ങളാണ് എന്ന വാദഗതിയുമായി വന്നപ്പോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 930 അഥവാ രൂപീകൃതമായി 4ാമത്തെ വർഷം സമൂഹത്തോട് പറഞ്ഞു അത് കോക്കൂര് തരീഖത്ത് പിഴച്ചതാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിനെ തള്ളിക്കളഞ്ഞു. പിന്നീട് കണ്ണൂർ ജില്ലയിലെ ഒരു ടൈലർ ഫഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ എന്ന ആയത്തിന് ദുർവ്യാഖ്യാനം കൊടുത്തുകൊണ്ട്, സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ ആ വ്യാഖ്യാനങ്ങളിലേക്കൊന്നും പോകുന്നില്ല, ദുർവ്യാഖ്യാനം കൊടുത്തുകൊണ്ട് ഒരാൾ തരീഖത്ത് രൂപീകരിച്ചുകൊണ്ട് ചേറ്റൂർ തരീഖത്ത് എന്ന പേരിൽ കേരളീയ സമൂഹത്തിൽ കടന്നു വന്നു. പാവപ്പെട്ട സമുദായത്തെ വഞ്ചിച്ചുകൊണ്ട് ആത്മീയമായ കപട അപ്പക്കഷണങ്ങൾ കൊടുത്ത് ഈ സമൂഹത്തെ വലയിലാക്കാൻ ശ്രമം നടത്തിയപ്പോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ധീരമായി ഇടപെട്ടു. ചേറ്റൂർ തരീഖത്ത് അത് പരിശുദ്ധമായ, അത് വ്യാജ തരീഖത്താണ് എന്ന് സമസ്ത പ്രഖ്യാപിച്ചു. പിന്നീട് കടന്നു വന്നത് ഹൈദരാബാദിൽ നിന്ന് നൂരിശയായിരുന്നു. നമുക്കറിയാം, പലപ്പോഴും പല ആളുകളും വളരെ വികലമായി സമസ്തയുടെ നേരെ കുതിര കയറാൻ ശ്രമിക്കുമ്പോ നൂരിശയെ കുറിച്ച് പറയാറുണ്ട്. നൂരിശ കേരളത്തിൽ വന്ന് സമസ്തയുടെ മഹാന്മാരായ ഉലമാക്കളോടൊപ്പം ചങ്ങാത്തം കൂടുകയും നൂരിശ കേരളീയ സമൂഹത്തിൽ അദ്ദേഹത്തിന്റെ നൂരിശ ത്വരീഖത്തിന് ഒരു പുതിയ ത്വരീഖത്ത് സംവിധാനവുമായി അദ്ദേഹം കടന്നു വന്നു. ത്വരീഖത്തിലേക്ക് കടന്നു വരുമ്പോ ആളുകളെ ഷഹാദത്ത് കലിമ ചൊല്ലിപ്പിക്കുകയും അതോടൊപ്പം ആ ഷഹാദത്ത് കലിമ ചൊല്ലി വരുന്നതോടുകൂടെ മുൻകാല പാപങ്ങൾ പൊറുക്കപ്പെട്ടു പോയി എന്നുള്ള അള്ളാഹുവിന്റെ പരിശുദ്ധ ശരീഅത്തിന് നിരക്കാത്ത ഒരുപാട് വികലമായ വാദങ്ങൾ. അള്ളാഹു ഒരു മനുഷ്യനിലേക്ക് സുബൂത്തായി കഴിഞ്ഞാൽ അയാൾ അള്ളാഹുവായി മാറും എന്നതടക്കമുള്ള വലിയ അബദ്ധമായ ഭീമമായ അബദ്ധങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് ത്വരീഖത്ത് എന്ന പേരിൽ നൂരിശ കടന്നു വന്നപ്പോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിനെയും വളരെ കൃത്യമായി പിടിച്ചുകെട്ടി. ശംസിയക്കാര് വന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ശക്തമായി ആദർശപരമായി ശംസിയക്കെതിരെ നേരിട്ടു. ഈ അടുത്ത കാലത്ത് കേരളത്തിലെ ആലുവയിൽ നിന്നുകൊണ്ട് യൂസഫ് സുൽത്താൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ സമ്പത്തിന്റെ പളപളപ്പിൽ ചില ആളുകളെ കൂടെ കൂട്ടിക്കൊണ്ട് ആത്മീയതയുടെ പരിവേഷമണിഞ്ഞ് താൻ ത്വരീഖത്തിന്റെ ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ത്വരീഖത്തുമായി കടന്നു വന്നപ്പോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആലിമീങ്ങൾ വളരെ കൃത്യമായി പഠിച്ചു. വ്യക്തമായ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആലുവ ത്വരീഖത്തിന്റെ യൂസുഫ് സുൽത്താനെയും അദ്ദേഹത്തിന്റെ ശിങ്കടികളെയും മൂക്ക് കയറിട്ട് പിടിച്ചുകൊണ്ട് അവരെയും സമൂഹത്തിന്റെ മുന്നിൽ നിന്ന്, സമൂഹത്തിന്റെ പൊതുധാരയിൽ നിന്ന് മാറ്റി നിർത്താൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് സാധിച്ചു. ഒരുപാട് ത്വരീഖത്തുകൾ, ഇത് മാത്രമൊന്നുമല്ല, ആളുകൾ ഓരോരുത്തരും അവരവർക്കനുസരിച്ച ത്വരീഖത്തുകൾ രൂപീകരിച്ചു കൊണ്ടുവന്നപ്പോ യഥാർത്ഥ ദീൻ പഠിപ്പിച്ചു കൊടുക്കാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുന്നോട്ട് വന്നു. നമുക്കറിയാം, 1965 താടി വെച്ചുകൊണ്ട്, തലയിൽ തൊപ്പി വെച്ചുകൊണ്ട്, കണങ്കാല് വരെ തുണിയെടുത്തുകൊണ്ട്, കയ്യിൽ തസ്ബീഹ് മാല പിടിച്ചുകൊണ്ട് ചില ആളുകൾ പുതിയ ബിദ്അത്തുമായി കേരളത്തിൽ കടന്നു വന്നു. അഥവാ തബ്ലീഗ് ജമാഅത്ത്. കണ്ടവർ ആശ്ചര്യപ്പെട്ടു. അവരുടെ കൂടെ കൂടാൻ ശ്രമിച്ചു. എന്തൊരു നല്ല ശീലം, എന്തൊരു നല്ല സ്വഭാവം. താടി നീട്ടി വളർത്തിയവർ, തൊപ്പി വെച്ചവർ, അവരെടുക്കുന്ന പണി ഇസ്ലാമിക ദഅവത്ത്. സദാസമയം കയ്യിൽ തസ്ബീഹ് മാല പിടിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ കേരളത്തിലേക്ക് കടന്നു വന്നപ്പോ 965 മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ അവരുകൾ പ്രഖ്യാപിച്ചു, തബ്ലീഗ് ജമാഅത്ത് അത് ബിദ്അത്താണ്, അതിന്റെ കൂടെ കൂടാൻ പാടില്ല. കേരളത്തിലേക്ക് ആ ഒരു രീതിയിൽ വേഷഭൂഷാദികളോടുകൂടെ കടന്നു വന്ന ആളുകൾ കേരളീയ മുസ്ലിം ഉമ്മത്തിനിടയിൽ വേരോട്ടമുണ്ടാക്കാൻ കഴിയാതെ പോയത് സമസ്തയുടെ സമയോചിതമായ ഇടപെടൽ കൊണ്ടാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ സമൂഹത്തിന് കാണിച്ചു കൊടുത്ത വ്യക്തമായ ദിശാബോധം കൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് സമയം അവസാനിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരുപാട് ആളുകൾ, ജമാഅത്തെ ഇസ്ലാമി വന്നു, മുജാഹിദുകൾ വന്നു, എല്ലാവരും കാലത്തിന്റെ കറക്കത്തിനിടയിൽ പഴയ കാലത്തെ ആശയങ്ങളെ ഗതിമാറ്റി പറയുകയും അവരുടെ ആശയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോവുകയും ചെയ്തപ്പോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 926
അതിന്റെ സ്ഥാപിത കാലത്ത് എന്താണോ പറഞ്ഞത് ആ നിലപാടിൽ നിന്ന് അണുകിട വ്യതിചലിക്കാതെ അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആശയാദർശത്തിന്റെ പ്രബോധന മേഖലയിൽ മഹാനായ വരക്കൽ ബഅലവി മുല്ലക്കോയെ തങ്ങൾ ഏൽപ്പിച്ച ആ ത്രിവർണ്ണ പതാക കൈ പിടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് ഗമിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇമാം മഹദിയുടെ കൈകളിലേക്ക് ഈ പതാക കൈമാറ്റം നടത്തും വരെ നമുക്കിതിന്റെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ സച്ചരിത പാതയെ നിലനിർത്തി തരട്ടെ. അതിന്റെ മുഖ്ലിസീങ്ങളായ ഖാദിമീങ്ങളിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കാലത്തിന്റെ കറക്കത്തിലും യുഗത്തിന്റെ പഴമയിലും